ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണോ കാണിക്കുന്നത്. ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയും പിന്നെ പാലും പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ രാവിലെ ചായയുടെ ഒപ്പം പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും പിന്നെ പയറുമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കത്തെ റെസിപ്പീസൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതുപോലെ പുട്ടും പയറൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോ എടുത്തതാണ് കേട്ടോ, അതൊന്നും കാണിക്കാത്തത്. നമുക്ക് രാവിലെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത് പുട്ടും പിന്നെ പയറോ അല്ലെങ്കിൽ കടലയോ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ മിക്കപ്പോഴും പുട്ടോ കടല അതൊക്കെ ആയിരിക്കും കേട്ടോ എപ്പോഴും ഉണ്ടാവുക രാവിലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കാൻ നിന്നത്. ഇത് ഞാൻ റവ കാച്ചിയെന്നാണ് കേട്ടോ പറയാം. പിന്നെ ഞാൻ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പഞ്ചസാരയും പിന്നെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാൻ 2 ടീസ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലത്തെ ടീസ്പൂണിൽ 2 ടീസ്പൂൺ റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ റവ അടി പിടിക്കല്ല, കട്ട പോലെയാകും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ പാല്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ, ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് വേണ്ടത് പാൽ തിളപ്പിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കശുവണ്ടി ഇട്ട് ചൂടാക്കി നമുക്ക് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. കശുവണ്ടിയും പിന്നെ ബദാമോ കിസ്മിസോ കയ്യിലുള്ളത് എന്താണെന്നുണ്ടെങ്കിലും ചൂടാക്കി ഇതിലോട്ട് ചേർക്കാം കേട്ടോ, എന്തായാലും ചേർക്കാം. അപ്പം എന്നിട്ട് ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടുക. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കും, ഞാൻ ഗ്ലാസ്സിലൊഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമുക്ക് ഈ ഒരു പാകത്തിനാട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം.